So yes, next topic of discussion ആയിരിക്കും മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ്. ഓക്കെ, നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് സ്ട്രക്ചർ അനാലിസിസ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇതുകൊണ്ട് മീൻ ചെയ്യുന്ന കാര്യം ഞാനിവിടെ ഒരു നോട്ട് പോലെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്ട്രക്ചർ ഷിഫ്റ്റ്സ് ഫാസ്റ്റർ ഓൺ ലോവർ ടൈം ഫ്രെയിംസ് കമ്പയർഡ് ടു ഹയർ ടൈം ഫ്രെയിംസ്. ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, വലിയ ടൈം ഫ്രെയിമുകളെ കാട്ടിൽ വളരെ വേഗത്തിലായിരിക്കും താഴെയുള്ള ടൈം ഫ്രെയിമുകളിൽ ട്രെൻഡ് മാറുക. ഓക്കെ, ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു എന്താ പറയുക, ഞാൻ ഒരു റെപ്രസെൻറ്റേഷൻ താഴെ കാണിക്കും. പക്ഷെ നിങ്ങൾക്ക് ലോജിക്ക് മനസ്സിലാകാനായിട്ട് ലെറ്റ്സ് സേ ജസ്റ്റ് ഡെയിലിയിൽ ഒരു സ്ട്രക്ചർ ഹൈ ആണെന്ന് വിചാരിച്ചത്. ഡെയിലിയിൽ ഒരു ഹൈ, ഡെയിലി നമ്മൾ നോക്കുമ്പോൾ ഇത് 1 2 3 ഒരു 5 ക്യാൻഡിൽ വരെ കാണത്തുള്ളൂ. ക്യാൻഡിലായിരിക്കും ഈ ഒരു സ്ട്രക്ചർ ഹൈ ഉണ്ടായിട്ടുള്ളത്. അതേസമയം നമ്മൾ ഈ ഹൈ, ഡെയിലി ഉള്ള ഹൈ പോയി 4 മണിക്കൂറിൽ നോക്കുകയാണെങ്കിൽ, 4 അവർ എന്നുള്ള ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുക 4 അവറിൽ പ്രൈസ് ഒരു അപ് ട്രെൻഡിലായിരുന്നു. പിന്നെ നമുക്ക് പ്രൈസ് ഡൗൺ ട്രെൻഡിലോട്ട് മാറിയതായിട്ട് കാണാം. ഈ ഹൈ എന്ന് പറയുന്നത്, ഡെയിലിയുടെ ഈ ഹൈ എന്ന് പറയുന്നത് താഴത്തെ ടൈം ഫ്രെയിം പോയപ്പോൾ എന്തായിട്ട് മാറി? ഒരു ട്രെൻഡ് തന്നെ ആയിട്ട് മാറി. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അല്ലെ, ഡൗൺ ട്രെൻഡ് തന്നെ, അപ് ട്രെൻഡും ഉണ്ടായിരുന്നു, ഡൗൺ ട്രെൻഡും ഉണ്ടായിരുന്നു. ഈ ഒരു കോറിലേഷൻ ആണ് നമ്മൾ ഈ മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസിൽ യൂട്ടിലൈസ് ചെയ്യുക. ആൻഡ് ഇതിൽ പറയുന്ന പോലെ തന്നെ ഈ ലോവർ ടൈം ഫ്രെയിംസ് പെട്ടെന്ന് ഷിഫ്റ്റ് ആവുന്നത് കൊണ്ട് തന്നെ ഹയർ ടൈം ഫ്രെയിംസ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള പ്രോബബിലിറ്റി നമുക്ക് ഇത്തിരി കൂടെ എളുപ്പം മനസ്സിലാകും. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ താഴെ നിങ്ങൾക്കൊരു റെപ്രസെൻറ്റേഷൻ പറഞ്ഞുതരും. ഓക്കെ, ഈ ഒരു കോറിലേഷൻ നമ്മൾ വലിയ രീതിയിൽ തന്നെ നമ്മുടെ ഈ സ്ട്രാറ്റജിയിൽ നമ്മൾ പഠിക്കുന്ന കോഴ്സിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. സോ കോറിലേഷൻ വരുന്ന രീതി എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെയിലി ആണ് നമ്മൾ നോക്കുന്ന സ്ട്രക്ചർ ടൈം ഫ്രെയിം എങ്കിൽ അത് കൂടുതലും കോറിലേറ്റ് ചെയ്യാൻ പോകുന്നത് 4 അവർ എന്നുള്ള ടൈം ഫ്രെയിമിനോടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ 4 അവർ എന്നുള്ള ടൈം ഫ്രെയിമിലാണ് നമ്മൾ സ്ട്രക്ചർ മോണിറ്റർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു ലോവർ ടൈം ഫ്രെയിം കോൺഫ്ലുവൻസ് അല്ലെങ്കിൽ ഒരു കോറിലേഷൻ വരിക 15 മിനിറ്റ് എന്നുള്ള ടൈം ഫ്രെയിമിലാണ്. അതുപോലെ തന്നെ ചില സമയം 5 മിനിറ്റിലും അതേ റിലേഷൻ വരും. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളത് എന്താ പറയുക, വെബിനാർസിലും കമ്മ്യൂണിറ്റിയിലും വെച്ച് ഈ കാര്യങ്ങൾ പഠിക്കും. ഓക്കെ, 4 അവർ കൂടുതൽ റിലേറ്റ് ചെയ്യുക 15 മിനിറ്റിനോടായിരിക്കും. 5 മിനിറ്റ്സിനെ പറ്റി നമുക്ക് ഇപ്പോൾ സംസാരിക്കേണ്ട. അതുപോലെ തന്നെ 15 മിനിറ്റ് കോറിലേറ്റ് ചെയ്യുക 1 മിനിറ്റിനോടായിരിക്കും കൊടുക്കുക. ഓക്കെ, ലോവർ ടൈം ഫ്രെയിം കൺസിഡറേഷൻ. നമ്മൾ ഈ ഒരു ഫിക്സ്ഡ് കോറിലേഷൻ നമ്മളെ എൻറ്റയർ സ്ട്രാറ്റജിയിൽ നമ്മൾ യൂസ് ചെയ്ത് പോകും. കാരണം നമുക്ക് മെക്കാനിക്കലി ആണ് ഇത് ട്രേഡ് ചെയ്യാനുള്ളപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു സെറ്റ് ഓഫ് റൂൾസ് ബേസ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. സോ ഡെയിലിയിലാണ് സ്ട്രക്ചർ എങ്കിൽ അതിന് കോറിലേറ്റ് ചെയ്യുന്ന ലോവർ ടൈം ഫ്രെയിം. സോ ഇവിടെ ഞാൻ ഹയർ ടൈം ഫ്രെയിമും ലോവർ ടൈം ഫ്രെയിമും ഞാൻ മാർക്ക് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, HTF എന്ന് എഴുതാം. HTF എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹയർ ടൈം ഫ്രെയിം എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം. ഓക്കെ, HTF. LTF എന്ന് ഉദ്ദേശിക്കുന്നത് ലോവർ ടൈം ഫ്രെയിം, LTF. ഓക്കെ, അപ്പൊ ഡെയിലിയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോവർ ടൈം ഫ്രെയിം ആയിരിക്കും 4 അവർ. 4 അവറിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോവർ ടൈം ഫ്രെയിം ആയിരിക്കും 15 മിനിറ്റ്. 15 മിനിറ്റ് ആണ് ഹയർ ടൈം ഫ്രെയിം ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിന്റെ ലോവർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 1 മിനിറ്റ് ആയിരിക്കും. ഓക്കെ, സോ ഈ കോറിലേഷൻ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കാം. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, നമുക്കിനി ആ മുകളിൽ പറഞ്ഞ ലോജിക്ക് ഒരു റെപ്രസെൻറ്റേഷൻ ആയിട്ട് നോക്കാം. അതായത് ഈ ഒരു കാര്യം നമ്മൾ നേരത്തെ പഠിച്ച ചേഞ്ച് ഓഫ് ക്യാരക്ടറും എങ്ങനെയാണ് ഇതിൽ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, സോ നിങ്ങൾ താഴോട്ട് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ താഴെ ഒരു റെപ്രസെൻറ്റേഷൻ, ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കാണിച്ചു തരുന്നുണ്ട് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ലെഫ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഡെയിലിയിൽ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ആണ് നമ്മളിവിടെ വരച്ചു വെച്ചിട്ടുള്ളത് അല്ലേ. ഡെയിലി നിങ്ങൾ നോക്കിയാൽ എന്ത് പറ്റി, സ്ട്രക്ചർ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊരു ഹൈ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഡെയിലിയിൽ നമ്മൾ അപ് ട്രെൻഡ് ആണ്. ഡെയിലിയിലെ പെർസ്പെക്റ്റീവിൽ നമ്മൾ കാണുമ്പോൾ നമുക്കിത് ക്ലീൻ ഇങ്ങനെ ഒരു അപ് ട്രെൻഡേ കാണുന്നുള്ളൂ. നമ്മൾ ചെറിയ ടൈം ഫ്രെയിം എന്ത് നടക്കുന്നൊന്നും കാണാൻ കഴിയില്ല. അതേസമയം ഈ ഡെയിലി ചാർട്ടിൽ നമ്മൾ 4 അവറിൽ പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുക ഇതുപോലത്തെ ഒരു പ്രൈസ് ആക്ഷൻ ആയിരിക്കും. സിമിലർ, എക്സാക്റ്റ് അല്ല, ഒരു മോഡലാണ്. ഓക്കെ, സോ നമുക്ക് എന്ത് കാണാൻ പറ്റും, നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഡെയിലിയിൽ ആദ്യം നമ്മളൊന്ന് മുകളിലോട്ട് പോയിട്ടുണ്ട്. നമ്മൾ ഈ ഹൈ തൊട്ടേ ചിന്തിക്കണം. ഞാൻ മുകളിൽ നിങ്ങൾക്ക് തൊട്ട് മുമ്പ് കാണിച്ചു തന്ന പോലെ ഈ ഹൈ ഉണ്ടായത് എങ്ങനെ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഹൈ ഓബിയസ്ലി എന്തായിരിക്കും, കുറച്ച് ബൈ ക്യാൻഡിലുകളായിരിക്കും, പിന്നെ സെൽ ക്യാൻഡിലുകളായിരിക്കും. അതെ, ഡെയിലിയിൽ ഇതൊക്കെ ക്യാൻഡിലുകളാണ്. പക്ഷെ ചെറിയ ടൈം ഫ്രെയിമിൽ പോകുമ്പോഴും
നമുക്കിതെല്ലാം സ്ട്രക്ചറായിട്ട് മാറും. സോ ഈ ഡെയിലിയിലെ ഈ ഹൈയുടെ ആദ്യത്തെ പകുതി, അതായത് ഈ മുകളിലോട്ട് പോയ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 4 hours എന്തായിരുന്നു? അപ് ട്രെൻഡ് ആയിരുന്നു. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അപ് ട്രെൻഡ് ആയിരുന്നു നമ്മൾ ഉണ്ടാക്കിയത്. എപ്പോൾ ഹൈയുടെ സെൽസ് തുടങ്ങിയോ, അതായത് ഹൈ ഫോർമേഷൻ തുടങ്ങിയോ, പ്രൈസ് താഴോട്ട് വരാൻ തുടങ്ങിയോ, 4 hours നമുക്ക് എന്ത് കിട്ടാൻ സാധ്യതയുണ്ട്? ആ ചേഞ്ച് ഓഫ് ക്യാരക്ടർ, നമ്മൾ നേരത്തെ പഠിച്ച അതേ ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് എവിടെ കിട്ടും? 4 hours. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഡെയിലിയിൽ ട്രെൻഡ് ഒന്നും മാറിയിട്ടില്ല. ഡെയിലി ജസ്റ്റ് ഒരു ഹൈ ഫോം ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഹൈ ഫോം ചെയ്യുമ്പോൾ തന്നെ 4 hour എന്ത് സംഭവിക്കുന്നുണ്ട്? ആ ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് കിട്ടുന്നുണ്ട്. ഡെയിലിയുടെ ആ കറക്ഷൻ വരികയാണ് എന്നുള്ള രീതിക്ക് അല്ലേ. 4 hour ഓൾറെഡി ബെയറിഷ് ആയിട്ട് മാറി. ഓക്കെ, സോ ഓൾറെഡി ബെയറിഷ് ആയിട്ട് മാറില്ല, സോറി, ആദ്യത്തെ ബെയറിഷിനുള്ള നമുക്കുള്ള എവിഡൻസ് തന്നു ചേഞ്ച് ഓഫ് ക്യാരക്ടർ. പിന്നെ എന്ത് ചെയ്തു? 4 hour ബെയറിഷ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തു. കാരണം എന്ത് പറ്റി? ഈ ഹൈയുടെ ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ, ഹൈ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ബൈ കഴിഞ്ഞ് ഇപ്പൊ ആ സെല്ല് നടക്കുകയാണ്. ആ സെല്ല് നടക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? 4 hour ഡൗൺ ട്രെൻഡ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് അല്ലെ. പിന്നെ എന്ത് പറ്റി? വീണ്ടും ഡെയിലി ആ എക്സ്പാൻഷൻ ഫേസിലോട്ട് കടന്നു. അതായത് വീണ്ടും മുകളിലോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ 4 hour എന്ത് പറ്റി? വീണ്ടും ആ ഡൗൺ ട്രെൻഡ് എന്നുള്ളത് ഷിഫ്റ്റ് ആയി. വീണ്ടും ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി സ്ട്രക്ചറിന്റെ രീതിക്ക്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അല്ലേ, ആ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? പ്രൈസ് എക്സ്പാൻഡ് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡെയിലി നിങ്ങൾ നോക്കിയാൽ ചിലപ്പോൾ 2-3 ക്യാൻഡിലായിരിക്കും, വലിയ ക്യാൻഡിലായിരിക്കും ഇവിടെ കിട്ടുക. പക്ഷെ 4 hour നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഒരു അപ് ട്രെൻഡ് ആയിട്ട് തന്നെ 4 hour അങ്ങ് മാറി അല്ലെ. ആദ്യത്തെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നു, അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. വീണ്ടും എന്ത് ചെയ്തു? അടുത്ത ഹൈയുടെ ഫോർമേഷൻ ഡെയിലിയിൽ ഉണ്ടായപ്പോൾ തന്നെ എന്ത് പറ്റി? അല്ലെങ്കിൽ ആ ഡെയിലിയിൽ ഉണ്ടാവാൻ തുടങ്ങിയപ്പോൾ തന്നെ 4 hour എന്ത് കാണിച്ചു? നമുക്ക് ആ തെളിവ് ഓൾറെഡി കാണിച്ചു. മിക്കവാറും ഈ ഹൈ ഉണ്ടാകാൻ പോവുകയാണ്. എങ്ങനെ മനസ്സിലാക്കി നമ്മൾ? ആദ്യത്തെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, ഓക്കെ, മിക്കവാറും ഇവിടെ നിന്ന് പ്രൈസ് ഷിഫ്റ്റ് ആവുമായിരിക്കും, ഇനി ബെയറിഷ് ആവാനായിരിക്കും സാധ്യത 4 hour. അപ്പോൾ എന്തായിരിക്കും? നമ്മൾ തിരിച്ചാണ് ചിന്തിക്കുക. നമ്മളിപ്പോൾ ചെറിയ ടൈം ഫ്രെയിമിലായിരിക്കും, കാരണം വലിയ ടൈം ഫ്രെയിമിലാണ് മുമ്പ് എന്ത് പറ്റുമെന്നാണ് നമ്മൾ പഠിച്ചത്, ചെറിയ ടൈം ഫ്രെയിമുകൾ ഷിഫ്റ്റ് ആവും അല്ലെ. അപ്പൊ നമ്മൾ 4 മണിക്കൂറിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഈ ഡെയിലി ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണ്, ഈ ഡെയിലി ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആ സെയിം ലൈനാണ്. 4 മണിക്കൂർ വരുമ്പോൾ നമുക്ക് ആ ട്രെൻഡ് ഉണ്ടെന്നേ ഉള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് എന്തറിയാം? നമ്മൾ ഈ ഡെയിലി നിൽക്കുമ്പോൾ നമുക്ക് ഈ ഹൈ ഉണ്ടാകാൻ പോവുകയാണോ ഇല്ലയോ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഡെയിലിയിലാണ് നമ്മൾ ഇരിക്കുന്നത് അല്ലെ. പക്ഷെ 4 hour വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിനുള്ള ഒരു തെളിവ് അവിടെ കിട്ടും. 4 hour എന്ത് പറ്റും? 4 hour ആ സ്ട്രക്ചർ ആദ്യമായിട്ട് ഷിഫ്റ്റ് ആകുമ്പോൾ തന്നെ നമുക്കറിയാം, ഓക്കെ, മിക്കവാറും ഡെയിലിയിൽ ആ കറക്ഷൻ തുടക്കമായിരിക്കും എന്നുള്ള ആ ഒരു നിഗമനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊണ്ടുവരാൻ പറ്റും, കമ്പൈൻ ചെയ്ത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ അല്ലെ. സോ എന്ത് പറ്റി? പ്രൈസ് എന്ത് ചെയ്യാൻ തുടങ്ങി? ചേഞ്ച് ഫാക്ടർ തന്നു, ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി 4 hour. ആ ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഡെയിലിയിൽ എന്താണ്? അടുത്ത കറക്ഷൻ ആണ് അല്ലെ. അപ് ട്രെൻഡ് ആണ് നമ്മൾ ഡെയിലിയിൽ, അടുത്ത ഹൈ ഉണ്ടായതിന്റെ കറക്ഷൻ മാത്രമാണ് നമ്മൾ 4 hour കാണുന്നത്. ഓബിയസ്ലി ഇപ്പൊ നമ്മൾ ഡെയിലിയിൽ അപ് ട്രെൻഡ് ആണ്. അപ്പൊ എന്ത് പറ്റും? ഡെയിലി ഇനി അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനാണ് തീരുമാനിക്കുന്നത് വിചാരിക്കാം. ഓക്കെ, ഡെയിലി ഇവിടെ നിന്ന് നമ്മൾ താഴോട്ട് വന്നു ആൻഡ് പ്രൈസ് ഇനി മുകളിലോട്ട് പോകാൻ തുടങ്ങി വിചാരിച്ചു. ഇങ്ങനെ എന്ത് സംഭവിക്കും? 4 hour നമ്മൾ പഠിച്ച രീതിക്ക് എന്തായിരിക്കും സംഭവിക്കാൻ പോണേ? ഇനി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത രീതിക്ക് പ്രൈസ് എന്ത് ചെയ്യാൻ തുടങ്ങും? ഓക്കെ, താഴെ വന്ന് കാണും. ദെൻ പ്രൈസ് എന്ത് ചെയ്യാൻ തുടങ്ങി കാണും? ഈ മുകളിലോട്ട് പോകുന്തോറും പ്രൈസ് എന്ത് ചെയ്ത് കാണും? ആദ്യത്തെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വീണ്ടും തന്നു കാണും, ഡൗൺ ട്രെൻഡിൽ നിന്ന് അപ് ട്രെൻഡിലോട്ടുള്ള കാര്യം. സോ അത് കിട്ടുമ്പോൾ തന്നെ നമുക്കറിയാം, എന്തറിയാൻ പറ്റും? നമ്മൾ ഇവിടെയാണ് നമ്മൾ വീണ്ടും കമ്പൈൻ ചെയ്യുക. നമ്മൾ ട്രെൻഡും ഡയറക്ഷനും നമ്മൾ ഏത് സൈഡിലോട്ട് ട്രേഡ് നോക്കണം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കമ്പൈൻ ചെയ്യുക. ഓക്കെ, സോ ഒബിയസ്ലി ഈ ഒരു കാര്യം 4 hour നടക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഓക്കെ, ഡെയിലി ഓൾറെഡി ബുള്ളിഷ് ആണ് അല്ലെ. നമുക്ക് ഈ ലോഡ് ഓഫ് ഫോർമേഷൻ നടക്കുകയാണെന്നുള്ള കാര്യം നമുക്ക് എന്തറിയാൻ പറ്റും? ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ 4 hour കിട്ടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാത്രം നമ്പി ആയിരിക്കത്തില്ല ട്രേഡ്സ് എടുക്കുന്നത്. പക്ഷെ ഇതൊരു പാർട്ട് ഓഫ് ദാറ്റ്, എന്താ പറയാ, നമ്മളെ കോൺഫിഡൻസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, സോ ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ നടക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? മിക്കവാറും ഡെയിലിയുടെ വീണ്ടും അടുത്ത ഒരു ലെഗ് ഓഫ് എക്സ്പാൻഷൻ നടക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ബൈ സൈഡ് പെട്ടെന്ന് തന്നെ പിടിക്കാനുള്ളൊരു അവസരം കിട്ടും. ഓക്കെ, സോ ഇതാണ് കോറിലേഷൻ. ഈ സെയിം നമ്മൾ ഈ ഡെയിലി 4 hour എങ്ങനെയാണോ സംസാരിച്ചത് അതുപോലെ തന്നെ ആയിരിക്കും 4 hour. ഞാൻ ഈ ഡെയിലി എന്നുള്ള മാറ്റിയിട്ട് എന്താ പറയാ, ഈ ഡെയിലി നമുക്ക് തൽക്കാലം ഇവിടെ വെക്കാം. സപ്പോസ് ഇത് 4 hour-ഉം ഇത് 4 hour-ഉം ഇതിനെ 50 minutes എന്നാക്കിയാലും ഇതേ സെയിം ലോജിക്, നത്തിങ് ഡിഫറെന്റ്. ഓക്കെ, 50 minutes എന്ന് മാറ്റിക്കഴിഞ്ഞാൽ
ഇതേപോലെ തന്നെ. ഓക്കെ, ഞാൻ BOS ഫോർ ദ ടൈം. ഇതിപ്പോൾ 4Hന്റെ ബോസ് ആണെന്ന് വെച്ചു. സോ 4 ഹവറിന്റെ 50 മിനിറ്റിന്റെ കോറിലേഷൻ ഇതുപോലെ തന്നെ ആയിരിക്കും, സെയിം. ഓക്കെ, അതുപോലെ തന്നെ ഇതിനെ നമ്മൾ 50 മിനിറ്റ്സ് ആക്കി. ഓക്കെ, ഇതിനെ 50 മിനിറ്റ്സും ഇതിനെ 1 മിനിറ്റ് എന്ന് വിളിക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ആയിരിക്കും കോറിലേഷൻ വരാം. സ്ട്രക്ചറിന്റെ കാര്യത്തിൽ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളിത് മനസ്സിലാക്കി വെച്ചാൽ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഈ സ്ട്രക്ചർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്നെ സംബന്ധിച്ച് ഈ സ്ട്രക്ചർ, മാർക്ക് സ്ട്രക്ചർ എന്നുള്ള കാര്യമാണ്. നമുക്ക് അത് കഴിഞ്ഞാലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കമ്പൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇങ്ങനെയായിരിക്കും ആ കോറിലേഷൻ പോവുക. സോ 50 മിനിറ്റ്സിന്റെ കോറിലേഷൻ 1 മിനിറ്റിലായിരിക്കും. സോ ഗൈസ്, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒരു വാക്ക് ത്രൂ അടുത്ത വീഡിയോ ലെസണിൽ നമുക്ക് കാണാം. ഇത് നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ കാണുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, സോ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.